ചോദ്യം: സുബ്ഹിലും മഗ്‌രിബ്, ഇശ എന്നിവയിലെ ആദ്യത്തെ 2 റക്അത്തിലും ഇമാം ഖിറാഅത്ത് ഉറക്കെയാക്കൽ സുന്നത്തുണ്ടല്ലോ. ഈ സുന്നത്ത് ഒറ്റക്ക് നിസ്കരിക്കുന്നവനുണ്ടോ? ഉത്തരം: അതെ. ഒറ്റക്ക് നിസ്കരിക്കുന്ന പുരുഷനും ഖിറാഅത്ത് ഉറക്കെയാക്കൽ സുന്നത്താണ്. അന്യർ ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ സ്ത്രീയും ഉറക്കെയാക്കൽ സുന്നത്തുണ്ട്. പക്ഷേ പുരുഷൻ ഉറക്കെയാക്കുന്നതിലും കുറഞ്ഞ ശബ്ദത്തിലാവണം. ചോദ്യം: മസ്ബൂഖ് ഉറക്കെയാക്കൽ സുന്നത്തുണ്ടോ? ഉത്തരം: അതെ. ഇമാമിന്റെ നിസ്കാരശേഷം ബാക്കി നിസ്കരിക്കുന്ന മസ്ബൂഖിന് ആ റക്അത്തുകൾ നിസ്കാരത്തിൽ ഉറക്കെ ഓതൽ സുന്നത്തുള്ള റക്അത്തുകളാണെങ്കിൽ ഉറക്കെ ഓതൽ സുന്നത്തുണ്ട്. ചോദ്യം: പൂർവിക മാതാക്കളുടെ സ്മരണ നിലനിർത്തുന്നതിന്റെ ഭാഗമായി ഉമ്മാമാരുടെ പേരുകൾ കുട്ടികൾക്ക് നൽകുന്ന പതിവ് ചില നാടുകളിലുണ്ട്. എന്നാൽ തിത്തുമ്മ, ഇത്തിപ്പിരിയം എന്നിങ്ങനെയുള്ള ഉമ്മമാരുടെ പേരുകൾ നൽകൽ ഉത്തമമാണോ? ഉത്തരം: അല്ല. അതൊന്നും പേരിടൽ സുന്നത്തുള്ള പേരുകളല്ല. ശർഅ് അംഗീകരിച്ച നല്ല പേരുകൾ നൽകലാണ് സുന്നത്ത്. ചോദ്യം: നിർബന്ധ കുളിയിൽ ചെവിയുടെ ഉള്ളിൽ നിന്ന് കഴുകൽ നിർബന്ധമായ ഭാഗം കഴുകുമ്പോൾ വെള്ളം കാതിനകത്തേക്ക് കടന്നാൽ നോമ്പ് മുറിയുമോ? ഉത്തരം: മുങ്ങിക്കുളിച്ചത് കാരണമാണ് കാതിനകത്തേക്ക് വെള്ളം കടന്നതെങ്കിൽ നോമ്പ് മുറിയും. അതേസമയം വെള്ളം കോരി കുളിക്കുമ്പോഴാണ് കാതിലേക്ക് വെള്ളം കടന്നതെങ്കിൽ നോമ്പ് മുറിയില്ല. ചോദ്യം: ഫർള് നിസ്കാരത്തിന്റെ നിയ്യത്തിന്റെ കൂടെ തഹിയ്യത്തിന്റെ നിയ്യത്ത് ചെയ്യാമോ? ഉത്തരം: അതെ. ഫർള് നിസ്കാരത്തിന്റെ കൂടെയോ മറ്റു സുന്നത്ത് നിസ്കാരത്തിന്റെ കൂടെയോ തഹിയ്യത്ത് കരുതാം. 2 നിസ്കാരവും സഹീഹാവുകയും രണ്ടിന്റെയും പ്രതിഫലം ലഭിക്കുന്നതുമാണ്. ചോദ്യം: ഫർള് നിസ്കാരത്തിന്റെ കൂടെ റവാത്തിബ് സുന്നത്ത് നിസ്കാരം കരുതാമോ? ഉത്തരം: കരുതാവതല്ല. കരുതിയാൽ ഫർളും റവാത്തിബും ശരിയാവില്ല, രണ്ടും ലഭിക്കില്ല. റവാത്തിബ് എന്നത് പ്രത്യേകം ഉദ്ദേശിക്കപ്പെട്ട നിസ്കാരമാണ്. അതുകൊണ്ട് തന്നെ ഫർളിന്റെ കൂടെ അത് കരുതാൻ പറ്റില്ല. റവാത്തിബ് പോലെ തന്നെ വിത്റും ഫർളിന്റെ കൂടെ വിത്ർ കരുതാവതല്ല. ചോദ്യം: നിസ്കരിക്കുന്ന വ്യക്തിയുടെ പിന്നിൽ ചെന്ന് അവനെ മറയാക്കി നിസ്കരിക്കുന്ന നിരവധി ആളുകളുണ്ട്. ചുമര്, തൂണ് പോലെയുള്ളത് ഉണ്ടാകുമ്പോഴും അതിനടുത്തേക്ക് നിൽക്കാതെ ഇങ്ങനെ നിസ്കരിക്കുന്ന വ്യക്തികളെ മറയാക്കുന്നത് കാണാം. ആ മറ പരിഗണിക്കുമോ? ഉത്തരം: ശാഫിഈ മദ്ഹബിൽ ഭിന്നതയുള്ള മസ്അലയാണിത്. മുഖം കൊണ്ട് അഭിമുഖമായി തന്നിലേക്ക് തിരിഞ്ഞ് നിലകൊള്ളുന്നയാളെ മറയാക്കാവതല്ല. അങ്ങനെയല്ലാത്ത പുരുഷനെ മറയാക്കാവുന്നതാണ് എന്നാണ് ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണം. പക്ഷേ ചുമര്, തൂണ് പോലുള്ള ഉറച്ച മറകൾക്ക് ശേഷമാണ് ഇതിന്റെ സ്ഥാനം. സൗകര്യമുള്ളവർക്ക് അത് കഴിഞ്ഞേ അതിന് താഴെ പദവിയിലുള്ള മറ പരിഗണിക്കപ്പെടുകയുള്ളൂ. അതിനാൽ ചുമര്, തൂണ് പോലുള്ളവ ഉണ്ടായിട്ടും അതിനെ മറയാക്കാൻ സൗകര്യമുണ്ടായിട്ടും അതൊഴിവാക്കി നിസ്കരിക്കുന്നവനോ അല്ലാത്തവനോ ആയ മനുഷ്യനെ മറയാക്കാവതല്ല. ആ മറ പരിഗണിക്കപ്പെടുകയുമില്ല. മനുഷ്യനെ മറയാക്കാവതല്ല, മറയായി പരിഗണിക്കില്ലെന്നും മുന്നിലെ സ്വഫ് പിന്നിലുള്ളവർക്ക് മറയാകില്ല എന്നുമാണ് ഇമാം റംലി റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണം. ഇമാം റംലി റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണം തന്നെയാണ് ഇമാം ഖത്തീബ് ഷർബീനി റളിയല്ലാഹു അൻഹുവിനുമുള്ളത്.